The Long Walk to Freedom by Nelson Mandela. 10th May dawned bright and clear. For the past few days, I had been pleasantly besieged by dignitaries and world leaders who were coming to pay their respects before the inauguration. The inauguration would be the largest gathering ever of the international leaders on the South African soil. അതായത് 10th മെയ് എന്ന ദിവസം വളരെ ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് ഉദിച്ചു വന്നു. കുറച്ച് ദിവസങ്ങളായി ഐ ഹാഡ് ബീൻ പ്ലസൻ്റ്ലി ബിസീഷ്ഡ്. ഞാൻ കുറേ ആൾക്കാരായിട്ട് സറൗണ്ട് ചെയ്തിരുന്നു, അതായത് സറൗണ്ട് ചെയ്യപ്പെട്ടു. കുറച്ച് ബിസി ആയിരുന്നു അദ്ദേഹം, പക്ഷേ പ്ലസൻ്റ്ലി ബിസീഷ്ഡ്. അദ്ദേഹം ഹാപ്പി ആയിരുന്നു, ഹാപ്പിലി സറൗണ്ടഡ് ബൈ ഡിഗ്നിറ്ററീസ് ആൻഡ് വേൾഡ് ലീഡേഴ്സ്. ഫേമസ് ആയ കുറേ ആൾക്കാരും വേൾഡ് ലീഡേഴ്സിൻ്റെയും അടുത്ത് അയാൾ ഉണ്ടായിരുന്നു. ഹു ആർ കമ്മിങ് ടു പേ ദിയർ റെസ്പെക്ട്സ് ബിഫോർ ദ ഇനോഗ്രേഷൻ. ഈ കണ്ട ആൾക്കാരെല്ലാവരും ഇനോഗ്രേഷൻ കാണാൻ വേണ്ടി അവരുടെ പ്രസൻസ് അറിയിക്കാൻ വേണ്ടി വന്നിരുന്നു. ഈ ഇനോഗ്രേഷൻ സൗത്ത് ആഫ്രിക്കയുടെ മണ്ണിലെ ഏറ്റവും വലിയ ഗ്യാതറിംഗ് ആയിരുന്നു. The ceremony took place in the lovely sandstone amphitheatre formed by the Union buildings in Pretoria. For decades, this had been the seat of white supremacy, and now it was the site of rainbow gathering of different colors and the nations for the installation of South Africa's first democratic non-racial government. ഈ സെറമണീസ് എല്ലാം ഒരു സാൻഡ്സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞാൽ റൂഫില്ലാത്തൊരു ബിൽഡിംഗ് അല്ലെങ്കിൽ റൂഫില്ലാത്തൊരു തിയേറ്റർ, അതിലായിരുന്നു നടന്നുണ്ടായിരുന്നത്. പ്രെറ്റോറിയ എന്ന് പറഞ്ഞത് സൗത്ത് ആഫ്രിക്കയുടെ ക്യാപിറ്റലാണ്. ആ സ്ഥലത്ത് കുറച്ച് ബിൽഡിങ്സിൻ്റെ ഇടയിലുള്ള ഒരു സാൻഡ്സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച ആംഫി തിയേറ്ററിലായിരുന്നു ഈ സെറമണീസൊക്കെ നടന്നിരുന്നത്. ഫോർ ഡിക്കേഡ്സ്, 10 വർഷത്തോളം ദിസ് ഹാഡ് ബീൻ ദ സീറ്റ് ഓഫ് വൈറ്റ് സൂപ്പർമസി. 10 വർഷമായിട്ട് ഇത് വൈറ്റ് ആൾക്കാരുടെ സ്ഥലമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഒരു റെയിൻബോ ഗ്യാതറിങ്ങിൻ്റെ സ്ഥലമാണ്. റെയിൻബോ ഗ്യാതറിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് പല കളറിലുള്ള ആൾക്കാരും പല റേസിലുള്ള ആൾക്കാരും ഒന്നിച്ചു ചേരുന്ന ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഒന്നിക്കുന്നത്? ഫോർ സൗത്ത് ആഫ്രിക്കാസ് ഫസ്റ്റ് ഡെമോക്രാറ്റിക് നോൺ റേഷ്യൽ ഗവൺമെൻറ്. On that lovely autumn day, I was accompanied by my daughter Zenani. On the podium, Mr. de Klerk was first sworn in as second deputy president. ഇനി ഇവിടെ വരുന്നൊരു സംഭവമാണ് ഓൺ ദറ്റ് ലവ്ലി ഓട്ടം ഡേ. ശരിക്കും മെയ് ഒരു ഓട്ടം ഡേ ആണോ? അല്ല, മെയ് ഒരു ഓട്ടം ഡേ അല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇവിടെ ഓട്ടം ഡേ എന്ന് മെൻഷൻ ചെയ്യുന്നത്? ഓട്ടം ഡേയ്സ് യൂഷ്വലി എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? പഴയ ലീവ്സൊക്കെ മരത്തിൽ നിന്ന് താഴെ വീണിട്ട് പുതിയ ലീവ്സ് ഉണ്ടാകുന്നു. ഇത് തന്നെയാണ് ഈ കൺസെപ്റ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് പഴയ ഒരു സിസ്റ്റം, അതായത് ഈ അപ്പാർത്തൈഡ് എന്ന സിസ്റ്റം പൊഴിഞ്ഞു പോയി ഒരു പുതിയ നോൺ റേഷ്യൽ കൺട്രി വരുന്നു, ഒരു ഡെമോക്രാറ്റിക് ആയുള്ള കൺട്രി വരുന്നു. അതാണ് ഈ ഓട്ടം ഡേ കൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്. On the podium, Mr. de Klerk was first sworn in as second deputy president. അതായത് സ്റ്റേജിൽ മിസ്റ്റർ de Klerk എന്ന് പറഞ്ഞ ആൾ ഫസ്റ്റ് സ്വോൺ എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സത്യപ്രതിജ്ഞ എടുത്തു എന്നാണ്. സെക്കൻഡ് ഡെപ്യൂട്ടി പ്രസിഡൻ്റായിട്ട് അദ്ദേഹം പ്രതിജ്ഞ എടുത്തു. താബോ mbeki was sworn in as first deputy president. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം അടുത്ത ആൾ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രസിഡൻ്റായിട്ട് പ്ലഡ്ജ് ചെയ്തു. When it was my turn, I pledged to obey and uphold the Constitution and to devote myself to the well-being of the Republic and its people. To the assembled guests and the watching world I said. അതായത് അത് കഴിഞ്ഞിട്ട് നെൽസൺ മണ്ടേലയുടെ എൻ്റെ ടേൺ ആയിരുന്നു. ഞാൻ പ്ലഡ്ജ് ചെയ്തു, ഈ കോൺസ്റ്റിറ്റ്യൂഷനെ ഞാൻ ഒബേ ചെയ്യും, ഈ റിപ്പബ്ലിക്കിൻ്റെ വെൽബീങ് ആൾക്കാരുടെ നല്ലതിന് വേണ്ടിയിട്ട് ഞാൻ എന്നെ തന്നെ ഇതിനു വേണ്ടി ഡിവോട്ട് ചെയ്യുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് കണ്ട അവിടെ ഇരുന്നിരുന്ന അസംബിൾഡ് ആയിട്ടുള്ള ഗസ്റ്റിനോടെല്ലാം അദ്ദേഹം ഒരു സ്പീച്ച് പറഞ്ഞു. Today all us do by our presence here confer glory and hope to newborn liberty. Out of the experience of an extraordinary human disaster that lasted too long must be born a society of which all humanity will be proud. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മളുടെ പുതിയ ന്യൂ ബോൺ ലിബർട്ടിക്ക് നല്ല ഇതുണ്ടാവട്ടെ. അതായത് ഒരു ഗിവ് എന്നുള്ളൊരു മീനിങ് ആണ് ഈ കൺഫർ എന്ന് വരുന്നത്. ഔട്ട് ഓഫ് ദി എക്സ്പീരിയൻസ് ഓഫ് എൻ എക്സ്ട്രാordinary ഹ്യൂമൻ ഡിസാസ്റ്റർ. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ളൊരു ഹ്യൂമൻ ഡിസാസ്റ്റർ കുറേ കാലം ലാസ്റ്റ് ചെയ്തിപ്പെട്ടിരുന്നു. ഈ എക്സ്ട്രാordinary ഹ്യൂമൻ ഡിസാസ്റ്ററിന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് മറ്റേ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇല്ലേ, അപ്പാർത്തൈഡ് സിസ്റ്റം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കുറേ കാലമായിട്ടുണ്ടായിരുന്ന ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഇന്ന് മാറിയിട്ടൊരു പുതിയ സൊസൈറ്റി ഫോം ചെയ്യുകയാണ്. അതിൽ എല്ലാ മനുഷ്യരും ഈക്വലായിട്ട് പ്രൗഡാവും. We who were outlaws not so long ago have today been given the rare privilege to be to the host of nations of the world on our own soil. നമ്മൾ കുറച്ച് കാലം മുന്നേ സൊസൈറ്റിയിൽ നിന്ന് ബാൻഡായിരുന്നു. അതായത് നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലാക്ക് പീപ്പിളാണ് ഇവിടെ.
കുറച്ച് കാലം മുന്നേ നമ്മൾ സൊസൈറ്റിയിൽ ബാൻ ചെയ്തപ്പെട്ട ആൾക്കാരായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കൊരു റെയർ പ്രിവിലേജ് കിട്ടി. ഈ നേഷൻസിൽ നമ്മുടെ ഈ മണ്ണിൽ നിന്ന് ഒരു പുതിയൊരു വേൾഡ് ഉണ്ടാക്കാൻ നമുക്കൊരു റെയർ പ്രിവിലേജ് കിട്ടി. We thank all of our distinguished international guests for having come to take possession with the people of our country for what is after all a common victory for justice, for peace and for human dignity. ഞാൻ ഇവിടെ വന്നിരുന്ന എല്ലാ വേദിയിലുള്ള എല്ലാ ഇൻ്റർനാഷണൽ ഗസ്റ്റിനെയും ഞാൻ താങ്ക് യു ചെയ്യുന്നു. ഞങ്ങളുടെ കൂടെ ഈ പുതിയ ഒരു വിക്ടറി, ഞങ്ങൾക്ക് പുതിയ ഒരു നേഷൻ തുടങ്ങാൻ, പുതിയൊരു ഡെമോക്രാറ്റിക് നേഷൻ തുടങ്ങാൻ, ഞങ്ങളുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യാൻ ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ നന്ദി ഏർപ്പെടുത്തുന്നു. We have at last achieved our political emancipation. We pledge ourselves to liberate all our people from the continuing bondage of poverty, deprivation, suffering, gender and other discrimination. അവസാനം നമുക്ക് പൊളിറ്റിക്കലായിട്ടുള്ളൊരു ഫ്രീഡം നമുക്ക് കിട്ടി. വി പ്ലെഡ്ജ് അവർ സെൽഫ്, നമ്മൾക്ക് തന്നെ പ്ലെഡ്ജ് ചെയ്യുകയാണ് ടു ലിബറേറ്റ് ഓൾ അവർ പീപ്പിൾ ഫ്രം ദ കണ്ടിന്യൂയിങ് ബോണ്ടേജ് ഓഫ് പോവർട്ടി. എല്ലാ മനുഷ്യരെയും പോവർട്ടിയിൽ നിന്നും, സ്ലേവറിയിൽ നിന്നും, ഫുഡ് ലഭിക്കാത്ത അവസ്ഥയിൽ നിന്നും, സഫറിങ്ങിൽ നിന്നും നമ്മളെല്ലാവരെയും മോചനപ്പെടുത്തുന്നു, എല്ലാവരും ഫ്രീ ആക്കുന്നു. എല്ലാ ഡിസ്ക്രിമിനേഷനിൽ നിന്നും നമ്മുടെ പീപ്പിളിനെ ഫ്രീ ചെയ്യുമെന്ന് നമ്മൾ പ്ലെഡ്ജ് ചെയ്യുന്നു. നെവർ നെവർ ആൻഡ് നെവർ അഗെയിൻ ഷാൾ ഇറ്റ് ബി ദാറ്റ് ദിസ് ബ്യൂട്ടിഫുൾ ലാൻഡ് വിൽ എക്സ്പീരിയൻസ് ദി ഒപ്രഷൻ ഓഫ് വൺ ബൈ അനദർ. ഒരിക്കലും ഇനി ഉണ്ടാവില്ല ഈ രാജ്യം, ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം ഒപ്രഷൻ ഓഫ് വൺ ബൈ അതർ. അതായത് ഒരു കമ്മ്യൂണിറ്റി വേറെ കമ്മ്യൂണിറ്റീനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഉണ്ടാവില്ല. The sun shall never set on so glorious a human achievement. Let freedom reign. God bless Africa. അതായത് സൂര്യൻ ഒരിക്കലും ഈ ഒരു അച്ചീവ്മെൻറ്റിന് മേൽ സെറ്റ് ആവില്ല. അതായത് ഇനി ഒരിക്കലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വരില്ല. ലെറ്റ് ഫ്രീഡം റൂൾ. ഗോഡ് ബ്ലെസ് ആഫ്രിക്ക. ഇതായിരുന്നു നെൽസൺ മണ്ടേലയുടെ സ്പീച്ച്. A few moments later, we all lifted our eyes in awe as a spectacular array of South African jets, helicopters and troop carriers rode in perfect formation over the Union buildings. അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും അത്ഭുതത്തോടെ മുകളിലോട്ട് നോക്കി. അവിടെ ഭയങ്കര രസമുള്ള, ഭയങ്കര ഇംപ്രസീവായിട്ടുള്ള ഒരു സീരീസ് ഓഫ് സൗത്ത് ആഫ്രിക്കൻ്റെ ജെറ്റ്സും ഹെലികോപ്റ്റേഴ്സും ട്രൂപ്സും ഒക്കെ ആയിരുന്നു. റോർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഫോർമേഷൻ, ഒരു ഡിസ്പ്ലേ പോലെ ഒരു ഫോർമേഷനൊക്കെ ആകാശത്ത് നടന്നു. ഇറ്റ് വാസ് നോട്ട് ഓൺലി എ ഡിസ്പ്ലേ ഓഫ് പിൻ പോയിൻറ്റ് precision and military force, but a demonstration of the military's loyalty to democracy, to a new elected government that had been freely and fairly elected. അതൊരു വെറുമൊരു ഡിസ്പ്ലേ മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ വെറും ഒരു സീരീസ് ഓഫ് ഫോർമേഷൻ മാത്രമായിരുന്നില്ല. അത് മിലിറ്ററി ഫോഴ്സുകാരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ ആയിരുന്നു. അതായത് ഈ പുതിയ വന്ന രാജ്യം, ഈ പുതിയ വന്ന ഡെമോക്രസിയിലോട്ട് ഞങ്ങൾ കംപ്ലീറ്റ് ലോയലായിരിക്കും, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഇലക്ട് ചെയ്ത ഈ പുതിയ ഡെമോക്രാറ്റിക് നേഷനോട് ഞങ്ങൾ കംപ്ലീറ്റ്ലി ലോയലായിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു സംഭവമായിരുന്നു. Only moments before, the highest generals of South African Defence Force and Police, their chests bedecked with ribbons and medals from the days gone by, saluted me and pledged their loyalty. I was not unmindful of the fact that not so many years before they would not have saluted but arrested me. അതായത് കുറച്ച് കഴിഞ്ഞപ്പോൾ സൗത്ത് ആഫ്രിക്കയിലെ ഹൈയസ്റ്റ് ആയിട്ടുള്ള പോലീസുകാരും ജനറൽസും ആർമീസും എല്ലാവരും അവരുടെ ചെസ്റ്റിൽ മൊത്തം റിബൺസും ഉണ്ട്. ഈ ഒരു ബെഡെക്ട് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെക്കറേറ്റഡ് എന്നാണ്. Finally, a chevron of Impala jets left a smoke trail of the black, red, green, blue and golden of the new South African flag. അതായത് ഷെവ്രോൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വി ഷേപ്പാണ്. അതായത് ഇംപാല എന്ന് പറയുന്നത് ഒരു ജെറ്റിൻ്റെ ഒരു ഫ്ലൈറ്റിൻ്റെ നെയിമാണ്. സോ ആ ഒരു ജെറ്റ് ഒരു വി ഷേപ്പ് പോലെ പോയി, എന്നിട്ടൊരു സ്മോക്ക് അവിടെ ഉണ്ടാക്കിയത് ബ്ലാക്ക്, റെഡ്, ഗ്രീൻ, ബ്ലൂ ആൻഡ് ഗോൾഡ്. അതായത് സൗത്ത് ആഫ്രിക്കയുടെ പുതിയ ഫ്ലാഗിൻ്റെ കളറിലായിരുന്നു ആ ഒരു സ്മോക്ക് ട്രെയിൽ ഉണ്ടായിരുന്നത്. The day was symbolized for me by playing of our two national anthems and the visions of white singing Nkosi Sikeleli Africa and black singing day stems. അതായത് the old anthem of the republic. അതായത് ആഫ്രിക്കക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ഒരു ലൈനിൽ കൊണ്ട് എനിക്കതാണ് തോന്നുന്നത്. ആഫ്രിക്കക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ആഫ്രിക്കക്കാരുടെ നാഷണൽ ആന്തം വൈറ്റ്സും പാടി, വൈറ്റ്സിൻ്റെ നാഷണൽ ആന്തം ബ്ലാക്സും പാടി. ഓൾദോ ദാറ്റ് ഡേ neither group knew the lyrics of the anthem they once despised, they would soon know the words by heart. അവർക്ക് അന്നവർ പാടിയെങ്കിലും അവർക്ക് ശരിക്കും അതിൻ്റെ അർത്ഥമോ ലിറിക്സ് ഒന്നും ശരിക്കും അറിയുന്നില്ല. കാരണം അവരത് വളരെ ഹെയ്റ്റ് ചെയ്യപ്പെട്ടിരുന്നതാണല്ലോ. വളരെ വലിയ അഭിപ്രായമൊന്നും ഉണ്ടായിരുന്നില്ല രണ്ട്
കമ്മ്യൂണിറ്റിക്കാർക്കും. അവരെ ഹേറ്റ് ചെയ്തതെന്നായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും, രണ്ട് കമ്മ്യൂണിറ്റീസും അത് ബൈ ഹാർട്ടായിട്ട് അവർ പഠിച്ചോളും എന്നാണ് ഇദ്ദേഹം പറയുന്നത്. On the day of the inauguration, I was overwhelmed with a sense of history. In the first decade of the 20th century, a few years after the bitter Anglo-Boer War and before my own birth, the white-skinned people of South Africa patched up their differences and erected a system of racial discrimination against the dark-skinned people of their own land. The structure they created formed the basis of one of harshest, most inhumane societies the world has ever known. Now, in the last decade, has ever known. അത് മതി. അതായത് ഈ ഒരു ദിവസം അദ്ദേഹം ഒരു കാര്യം ആലോചിച്ചു, അല്ലെങ്കിൽ ഒരു കാര്യം അദ്ദേഹത്തിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്തപ്പെട്ടിരുന്നു. അതായത് ഫസ്റ്റ് ഡെക്കേഡ് ഓഫ് ദി 20th സെഞ്ച്വറിയിലെ ആദ്യകാലത്ത് അദ്ദേഹം ജനിക്കണക്കാട്ടി മുന്നെയാണ് ഈ ഒരു സിവിയർ വാർ നടന്നിരുന്നു, ആംഗ്ലോ ബോയർ എന്ന് പറഞ്ഞിട്ട്. അതായത് വാർ ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് ബോയർ എന്ന് പറഞ്ഞ രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ഒരു വാർ നടന്നിരുന്നു. ആ വാർ നടന്ന ശേഷമാണ് ഈ വൈറ്റ് സ്കിൻ ആൾക്കാർ ഒരു ഡിഫറൻസ് കണ്ടുപിടിച്ചത്. ആ വൈറ്റ് സ്കിൻ ആൾക്കാർ എന്ത് ചെയ്തു, ഒരു സിസ്റ്റം ഉണ്ടാക്കി, റേഷ്യൽ ഡിസ്ക്രിമിനേറ്റ് സിസ്റ്റം ഉണ്ടാക്കി. ഡാർക്ക് സ്കിൻഡായ പീപ്പിളിന് അഗെയിൻസ്റ്റ് അവരൊരു ഒരു ഡിഫറൻസ് ഉണ്ടാക്കി അവരുടെ ലാൻഡിൽ തന്നെ. അവരുണ്ടാക്കിയ ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം വാസ് വൺ ഓഫ് ദ ഹാർഷസ്റ്റ്. അതായത് വളരെ ഹാർഷായിരുന്നു, അത് ഒരു നല്ലതല്ലാത്തതായിരുന്നു. മോസ്റ്റ് ഇൻഹ്യൂമെയിൻ, അതായത് ഹ്യൂമൻ വാല്യൂസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാത്തൊരു സിസ്റ്റമായിരുന്നു അവരന്ന് ഉണ്ടാക്കിയത്. സൊസൈറ്റി ഓഫ് ദ വേൾഡ് ഹാസ് എവർ നോൺ. നൗ ഇൻ ദ ലാസ്റ്റ് ഡിക്കേഡ് ഓഫ് ദ 20th century and my own 8th decade as a man, that system had been overturned forever and replaced by one that recognized the rights and freedom of all people regardless of color of their skins. അതായത് ഇതിൽ പറയുന്നത് മെയിനായിട്ട് 20th സെഞ്ച്വറിയുടെ ആദ്യത്തെ 10 വർഷത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ 20th സെഞ്ച്വറിയുടെ അവസാനത്തെ 10 വർഷത്തിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് മാറി. ഈ ഒരു പുതിയ ഒരു നേഷൻ വന്നു, അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഫോർ എവർ ആയിട്ട് മായ്ച്ചു കളഞ്ഞു. ആൻഡ് റീപ്ലേസ്ഡ് ബൈ വൺസ് ദാറ്റ് റെക്കഗ്നൈസ് റൈറ്റ്സ് ആൻഡ് ഫ്രീഡംസ് ഓഫ് ഓൾ പീപ്പിൾസ്. അതായത് എല്ലാവർക്കും ഇക്വാലിറ്റി, എല്ലാവർക്കും റൈറ്റ്സ് ഉള്ളൊരു പുതിയ സിസ്റ്റമായിട്ട് ഇവർ വന്നു. That day had come about through the unimaginable sacrifices of thousands of my people whose suffering and the courage can never be counted or repaid. അതായത് ഈ ഒരു ദിവസം വന്നത് കുറേ പേരുടെ സഫറിങ്സും, കുറേ പേര് ഞാൻ പറഞ്ഞില്ലേ ഈ അപ്പാർത്തൈഡ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്തിരുന്നു. ഈ ആൾക്കാരുടെ സഫറിങ്സും അവരുടെ കറേജും ഒക്കെ കാരണമാണ് ഈ ഒരു ദിവസം വന്നത്. I felt that day as I have on so many other days that I was simply the sum of all those African patriots who had gone before me. ആ ഒരു ദിവസം എനിക്ക് തോന്നിയത് ഞാൻ ആ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ആ ആൾക്കാർ സൗത്ത് ആഫ്രിക്കയുടെ ഇൻഡിപെൻഡൻസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്ലാക്സിനൊരു ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടു. അവരുടെ പാട്രിയോട്ട്സ് എന്ന് പറയുന്നത് രാജ്യസ്നേഹം എന്നുള്ളൊരു ഫീലിംഗാണ് ഈ പാട്രിയോട്ടിസം എന്ന് പറയുന്നത്. ആഫ്രിക്ക ഇഷ്ടപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന കുറേ ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവാണ് ഞാൻ എന്നാണ് നെൽസൺ മണ്ടേല ഇവിടെ പറയുന്നത്. That long and noble line ended and now began again with me. I was pained that I was not able to thank them and they were not able to see what their sacrifices had wrought. അതായത് എനിക്ക് അവരൊന്നും താങ്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ഒരു കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ചെറിയ വിഷമമുണ്ട്. അവർക്ക് ഈ സംഭവങ്ങളൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടും എനിക്കൊരു വിഷമമുണ്ട്. അവർ ചെയ്ത സാക്രിഫൈസും ഒക്കെ ഇന്ന് വെർത്താണ്. കാരണം ബ്ലാക്സിന് അവരാഗ്രഹിക്കുന്ന ഫ്രീഡം കിട്ടി. പക്ഷേ ആ മരിച്ചുപോയ ആൾക്കാർക്ക് അതൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് നെൽസൺ മണ്ടേല വിഷമിച്ചു എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. The policy of apartheid created a deep and lasting wound in my country and my people. All of us will spend many years, if not generations, recovering from that profound hurt. അതായത് ഈ അപ്പാർത്തൈഡ് സിസ്റ്റം വളരെയധികം ഞങ്ങളുടെ രാജ്യത്തിലെ ബ്ലാക്ക് പീപ്പിൾസിൻ്റെ മനസ്സിലൊരു മുറിവുണ്ടാക്കിയിരുന്നു. ഇത് കുറച്ച് സമയമെടുക്കും ആ ഒരു ഹേർട്ടിൽ നിന്ന് റിക്കവർ ചെയ്യാൻ. But the decades of oppressions and brutality had another unintended effect, and that was it produced the Oliver Tambos, the Walter Sislers, the Chief Ludulis, the Yusuf Dadus, the Bram Fishers, and the Robert Sobkes of our time. കുറച്ച് ആൾക്കാരുടെ നെയിം ഇവിടെ മെൻഷൻ ചെയ്തില്ലേ, അങ്ങനത്തെ എക്സ്ട്രാ ഓർഡിനറി ആൾക്കാർ, വളരെയധികം അവരുടെ രാജ്യത്തിനെ സ്നേഹിച്ചിരുന്ന കുറേ ആൾക്കാരാണ്. അവരൊക്കെ മരിച്ചുപോയി, അവരൊന്നും ഇനി തിരിച്ചു കിട്ടില്ലല്ലോ എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. Men of such extraordinary courage, wisdom and generosity that their like may never be known again. അതുപോലത്തെ ആൾക്കാർ ഇനി ഒരിക്കലും അറിയപ്പെടില്ലല്ലോ.
Perhaps it requires such depths of oppressions to create such heights of character. My country is rich in the minerals and gems that lie beneath its soil, but I have always known that its greatest wealth is its people, finer and truer than the purest diamonds. അപ്പോൾ പെർഹാപ്സ് ഇറ്റ് റിക്വയർസ് സച്ച് ഡെപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ മരിക്കണമായിരുന്നു. അത് എന്തുകൊണ്ട്? എന്നാലേ നമുക്ക് ഈ ഒരു ഫ്രീഡം കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ആലോചിച്ച് നോക്കാം, നമുക്ക് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആവാൻ, ഇന്ത്യ ഫ്രീ ആവാൻ വേണ്ടിയിട്ട് കുറേ ഫ്രീഡം ഫൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ച് അവരൊക്കെ ഇതിന് പോരാടിയാണ് നമുക്ക് ആ ഒരു ഇൻഡിപെൻഡൻസ് കിട്ടുന്നത്. തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാവണം നമുക്ക് ഇന്ന് ഇങ്ങനത്തെ ഒരു കൺട്രി കിട്ടിയത്. നമ്മുടെ കൺട്രി മിനറൽസിലും ജെംസിലൊക്കെ വളരെ റിച്ചാണ് എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഈ മിനറൽസിനെക്കാട്ടി മോർ പ്യുവറാണ് ഞങ്ങളുടെ നാട്ടിലുള്ള മനുഷ്യന്മാർ, ഞങ്ങളുടെ സ്ഥലത്തുള്ള ആൾക്കാർ. അതാണ് ഈ കൺട്രിയുടെ ഏറ്റവും വലിയ പ്യുവറസ്റ്റ് വെൽത്ത് എന്നാണ് നെൽസൺ മണ്ടേല പറയുന്നത്. സോ ഇവിടം വരായിരുന്നു ദ ലോങ് വാക്ക് ടു ഫ്രീഡം ഓഫ് നെൽസൺ മണ്ടേലയുടെ ഫസ്റ്റ് പാർട്ട്. സോ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ ബാക്കിയുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ്.